ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ് പറയാറ്. ഒറ്റ രാത്രി കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പോയ, വീടും കിടപ്പാടവും തൊഴിലിടങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോയ അനേകമനേകം ആളുകൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി അവശേഷിക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു കിരണമാണ് സർക്കാർ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞ ടൗൺഷിപ്പിലെ ഒരു വീട്. അതിൽ 178 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത് എന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 25-ാം തീയതി ഈ 178 കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറും. എന്നാൽ ആ താക്കോൽ കയ്യിൽ കിട്ടിയാൽ താക്കോൽ ഉപയോഗിച്ച് വാതിലിൻ്റെ പൂട്ട് തുറന്ന് അകത്ത് കടന്ന് തങ്ങൾക്ക് ലഭിച്ച വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് അതിലെ ഭൂരിഭാഗം വീടുകളുടെയും അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ച് അവിടെ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അയാളെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് കോഴിക്കോട്ട് ജോലി അവിടെയല്ലേ, തിരക്കിട്ട പണി നടക്കുന്ന സമയമാണല്ലോ, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, സബ് കോൺട്രാക്റ്റ് എടുത്ത് പ്ലംബിംഗ് ജോലി ചെയ്യുന്ന സുഹൃത്താണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് 2 ആഴ്ചയിലേറെയായി കൂലി കിട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴിലുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തൊഴിലാളികളെയും കൊണ്ട് സൈറ്റിൽ ചെന്ന് പണിയെടുത്താൽ 2 ആഴ്ചയിൽ കൂടുതലൊക്കെ താങ്ങാൻ കഴിയുന്ന നിലയല്ല ഞങ്ങളുടെയൊന്നും സാമ്പത്തിക സ്ഥിതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ 178 വീടുകൾ കൊടുക്കാൻ തയ്യാറായി സർക്കാർ ഒരുങ്ങുന്നുണ്ട് എന്ന് കേട്ടല്ലോ. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, ആ വീടുകളിലെല്ലാം ഇനിയും ഒട്ടേറെ പണി പൂർത്തിയാകാനുണ്ട്. പല വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പണി പൂർത്തിയായിട്ടില്ല. ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ് പൂർത്തിയായിട്ടില്ല. പ്ലംബിംഗ് പൂർത്തിയായ വീടുകളിൽ ക്ലോസറ്റോ അതല്ലെങ്കിൽ വാഷ് ബേസിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യ ഉപകരണങ്ങളൊന്നും വെച്ചിട്ടില്ല. പലതിലും വാതിൽ തന്നെ ഉള്ളിലുള്ള വാതിലുകളൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരാധീനതകളുമായിട്ടുള്ള വീടുകളാണ് ഇപ്പോൾ തന്നെ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത്. 19 മാസമാണ് ആ പാവപ്പെട്ട മനുഷ്യർ കാത്തിരുന്നത്. എന്നിട്ട് അവർക്ക് ഭാഗികമായി, എല്ലാവർക്കും വീട് കൊടുക്കുന്നില്ല, ഭാഗികമായി കൊടുക്കുമ്പോൾ പോലും ആ വീട് പോലും ഭാഗികമായി പൂർത്തിയായതാണ് എന്ന് വരുന്നത് കഷ്ടമാണ് എന്നല്ലാതെ പറയാൻ നിവൃത്തിയില്ല. നേരത്തെ ഇതേപോലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു പുത്തുമലയിൽ. 45 വീടുകളാണ് റിഹാബിലിറ്റേഷൻ്റെ ഭാഗമായി പണിതത്. അന്ന് സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി പണിയുന്ന വീടുകൾക്ക് ലൈഫ് മിഷൻ്റെ പരിഗണന കൊടുത്താണ് 4 ലക്ഷം രൂപ അനുവദിച്ചത്. ചില സന്നദ്ധ സംഘടനകളും എല്ലാവരും ചേർന്നാണ് ഭൂമി കണ്ടെത്തി ആ വീടുകളുടെ പണി പൂർത്തിയാക്കിയത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം പുത്തുമലയിലെ ആ പുനരധിവാസ കേന്ദ്രത്തിൽ ചെന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത്, അവിടുത്തെ താമസിക്കുന്ന ഏതാണ്ട് 25 കുടുംബങ്ങളെങ്കിലും ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് കഴിയുന്നത് എന്ന പരാതി പറയുകയാണ്. അവരുടെ ചുമരുകളിൽ ചോർന്നൊലിച്ചതിൻ്റെ പാട് കാണാം, ചിലതൊക്കെ വിണ്ട് കീറിയതിൻ്റെ പാടുകൾ കാണാം. അത്തരത്തിൽ പുത്തുമലയിലെ പുനരധിവാസം വലിയ പ്രഹേളികയായി മാറിയിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഞങ്ങൾ വലിയ ടൗൺഷിപ്പാണ് പണിയുന്നത് എന്ന അവകാശവാദം സർക്കാർ പറഞ്ഞിരുന്നു. അവിടെ അംഗൻവാടിയും മദ്രസയും കമ്മ്യൂണിറ്റി സെൻറ്ററുകളും കൺവെൻഷൻ സെൻറ്ററുകളും ഒക്കെ ആരംഭിക്കുമെന്നുള്ള തരത്തിലൊക്കെ ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന മട്ടിലായിരുന്നു അന്നും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച വീട്ടിൽ പുത്തുമലയിൽ താമസിക്കുന്നവർ മറ്റൊരു ദുരിതപർവം താണ്ടുന്ന അവസ്ഥയാണ്. ആ ഒരു രീതിയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ വീണ്ടും കൊണ്ടുപോയി ഈ ടൗൺഷിപ്പിൽ എത്തിക്കരുത് എന്നാണ് വളരെ വിനയത്തോടു കൂടി സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഇത്രയും കാത്തുനിന്നു, 19 മാസക്കാലം കാത്തുനിന്നു. കയ്യിൽ വന്ന പണം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അവരുടെ പുനരധിവാസം നടപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു, നമ്മുടെ സർക്കാരിന് കഴിയേണ്ടതായിരുന്നു. എന്നാൽ 19 മാസം കഴിഞ്ഞിട്ടും പൂർണ്ണമായ ഒരു വീട് കയറി താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നൽകാൻ നമുക്കാവുന്നില്ല എന്ന് വരുന്നത് വലിയ കഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് അതിലേറെ കഷ്ടമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വീടുകൾ തിടുക്കപ്പെട്ട് അവർക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കി എന്നൊരു രേഖയുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു പത്രവാർത്തയോ ഒരു TV-യിലെ വാർത്തയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വരുന്നത് അതിലേറെ കഷ്ടമാണ്. എന്തായാലും കേരളത്തിനകത്തും പുറത്തുമുള്ള സുമനസ്സുകളായ ഒട്ടേറെ പേർ
അവരുടെ മനസ്സറിഞ്ഞ് നൽകിയ പണം കയ്യിൽ വെച്ചുകൊണ്ട് സർക്കാർ ഇത്ര കാലം എന്തു ചെയ്യുകയായിരുന്നു എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം 1000 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു വീടാണ്. അതിനേക്കാൾ മികച്ച വീടുകളിൽ കഴിഞ്ഞവരാണവർ. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സർക്കാരിന് നൽകാൻ കഴിയുന്നത് 1000 ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള വീടാണ്. അതെങ്കിലും നേരാംവണ്ണം കൊടുക്കുന്നതിന്, അതെങ്കിലും താമസയോഗ്യമാക്കി കൈമാറുന്നതിന് സർക്കാരിന് കഴിയാതെ പോകുന്നത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്.